കർത്താവിൻ്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ പതിവിലും നേരത്തെയാണ് ആരംഭിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങൾ പലരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ വന്നില്ലല്ലോ എന്നുള്ള പ്രയാസത്തിലിരിക്കേണ്ട. ഇനിയും ആളുകൾ വരും. കാരണം സമയം ആയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആരംഭിക്കാനുള്ള സമയം. നമ്മൾ ഇപ്പോൾ സഹോദരന്മാരൊക്കെ ഓർത്തതുപോലെ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിലെ ആദ്യത്തെ സഭയെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിലൊടുവിലത്തെ ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ ഞാൻ അടുത്ത ആഴ്ച പറയാം എന്ന് പറഞ്ഞ് ആ ഭാഗം ചിന്തിക്കാം എന്ന് വിചാരിക്കുക. സർദീസ് സഭയ്ക്കുള്ള ദൂതാണത്. ആ ദൂതിൽ ഏറ്റവും ഒടുവിൽ അവർക്ക് നൽകുന്ന കർത്താവിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ ഒടുവിൽ കാണുന്നത്. 5-6 വാക്യങ്ങളിലാണ് 3-ാം അധ്യായത്തിൻ്റെ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളിലാണ് കർത്താവ് ഇവർക്ക് നൽകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, ഈ സഭയെക്കുറിച്ച് കർത്താവ് ദോഷാരോപണം നടത്തുന്ന ഒരു സഭയാണ് സർദീസ് സഭയെക്കുറിച്ച്. അതിൽ 2 കൂട്ടരുണ്ടായിരുന്നു ആ സഭയ്ക്കകത്ത്, അല്ലേ? 2 കൂട്ടരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഒന്ന് മരിച്ചവരുണ്ടായിരുന്നു, പിന്നെ ചാവാറായിക്കൊണ്ടിരിക്കുന്ന, മരിക്കാൻ പോകുന്ന കുറേ പേര് ഉണ്ടായിരുന്നു. ഇത് 2 കൂട്ടര് ആ സ്ഥലസഭയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവസഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ജീവനുള്ളവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ഈ ജീവനുള്ള എന്ന വാക്കിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള അർത്ഥങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ അതൊന്നും സംസാരിക്കാനോ നമുക്ക് പഠിക്കാനോ ഉള്ള നേരമൊന്നും കിട്ടിയില്ല. ദൈവത്തിൻ്റെ സഭയെ അറിയപ്പെടുന്നത് തന്നെ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം എന്ന തീമോത്തിയോസിൻ്റെ 1 തീമോത്തിയോസ് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ, ഇംഗ്ലീഷിലത് ഹൗസ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ ഭവനമെന്ന്, ദൈവത്തിൻ്റെ വീട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം സഭ തന്നെ എന്താ? ജീവനുള്ള ഒരു സംവിധാനമാണ്. ഇനിയും ജീവനുള്ള എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ജീവനുള്ള ദൈവത്തിൻ്റെ. അപ്പോൾ ദൈവജീവനാണ് ഒരു സഭയിൽ സ്ഫുരിക്കേണ്ടതും പ്രസരിക്കേണ്ടതും. പത്രോസ് ലേഖനം എഴുതുമ്പോൾ അതിനു മുമ്പ് ഞാൻ പത്രോസ് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുള്ളോട്ട് വരാം. എന്താ പത്രോസ് പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ, കണ്ടോ, അവിടെയും ജീവനുള്ള എന്നുള്ള പ്രയോഗമുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. എന്നിട്ട് ആ ഭാഗത്ത് കർത്താവ് സഭയെക്കുറിച്ചുള്ള പ്രവചനം നൽകുന്നുണ്ട്, അല്ലേ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞ ഉടനെയാണ് കർത്താവ് പറഞ്ഞത്, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. ഏതാ പാറ? നമ്മുടെ ബ്രദർമാരെല്ലാവരും പെട്ടെന്ന് എടുത്തിയാടി എന്ന് പറയും. എന്താ ആ പാറ? പത്രോസ് അല്ല, പിന്നെ ആരാ? ക്രിസ്തുവാണ്. അത് ശരിയാണ്, 100% ശരിയാണ്. എന്നാൽ ആ കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മളത് മനസ്സിലാക്കും. ഞാൻ 1-2 വാചകത്തിൽ അത് പറയാം. ആ സന്ദർഭം വെച്ച് നമ്മളത് മനസ്സിലാക്കും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. ഏതാണ് ആ പാറ
ഇത്തരം ഇതാണ് നമ്മൾ ഈ ഗ്രീക്കൊക്കെ പറഞ്ഞ് പാറക്കഷണം പാറ എന്നുള്ള വ്യാഖ്യാനമൊക്കെ പറയണം. എന്നാൽ അവിടെ ആ സ്ഥലത്ത് സൂക്ഷിച്ചു നോക്കിയാലുണ്ട്. നീ പറഞ്ഞല്ലോ, നീ ഒരു ഏറ്റുപറച്ചിൽ നടത്തി. എന്താ? ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സഭയെ പണിയോടെയാ. നീ ഏറ്റുപറഞ്ഞ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ ദൈവസഭ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണ്. രണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മേലാണ് സഭ പണിതിരിക്കുന്നത്. ഇനിയും ആ പത്രോസ് തന്നെ, കർത്താവിങ്കിൽ നിന്നിട്ട് കേട്ട പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയ എന്താ? 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യം എന്താ? ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നപോലെ എന്ത് ചെയ്യുന്നു? ആത്മീക ഗൃഹമായി വളരുന്നു. അപ്പോ ജീവനുള്ള ദൈവത്തിൻ്റെതാണ് സഭ. 2, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ മേലാണ് സഭ. 3, ജീവനുള്ള കല്ലുകളാൽ പണിയപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ സഭ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ ആ ഭാഗം കൂടെ ദൈവിക ജീവൻ സ്ഫുരിക്കേണ്ട, പ്രകടമാകേണ്ട സ്ഥലമാണ് ദൈവത്തിൻ്റെ സഭ. ഒരു ചത്ത ഒരു അനുഭവം ഒരിക്കലും സഭയോട് ബന്ധപ്പെട്ടുണ്ടാകാൻ പാടില്ല. നമ്മുടെ പല കൂടിവരവുകളിലും പലരും സംബന്ധിച്ചിട്ട് പറയുന്നത് നമ്മളതിനെ വിമർശനപരമായിട്ടൊക്കെ സമീപിക്കാറുണ്ടെങ്കിലും ഒരു പരിധി വരെ അതൊക്കെ ശരിയാണെന്ന് തോന്നിപ്പോകും, അല്ലേ? ബ്രദറുകാരുടെ ആരാധനയ്ക്ക് സംബന്ധിച്ചാൽ എന്തോ വലിയ ഒരു ചത്ത ആരാധന, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമുക്ക് അതങ്ങോട്ട് വിടാം. എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, ഏറ്റവും കൂടി കർത്താവ് പറയുകയാണ്, ഒരു കൊച്ചു കൂട്ടം എനിക്ക് അവിടെ ഉണ്ട്. അതാണ് ഈ സഭയുടെ ഒരു മഹത്വം എന്ന് പറയുന്നത്. എന്താ? ഒരു 4-ാം വാക്യം നോക്കി. എങ്കിലും എല്ലാവരും എടുത്തോ? വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം എന്താ? എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേരെന്നുള്ള ആ മലയാളം വാക്ക് നമുക്ക് ചിലരെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം ഒത്തിരി പേര് ചത്തവരാണ്, പിന്നെ മറ്റൊരു വിഭാഗം മരിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. എന്നാൽ അവരുടെ ഇടയിൽ ചിലര് എന്താ ഒരു ശേഷിപ്പുണ്ട്, ഉടുപ്പ് മലിനമാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഏത് കാലഘട്ടത്തിലും ദൈവസഭയുടെ ചരിത്രം പഠിച്ചാൽ ഒരു ചെറിയ ഗ്രൂപ്പ് എപ്പോഴും ആത്മീയരായിട്ട് സഭയിൽ ഉണ്ടായിരിക്കും. അവർ വലിയ പ്രബലരൊന്നും ആയിരിക്കുകയില്ല. ആവർത്തിച്ച് വെളിപാട് പുസ്തകത്തിലെ സഭകളെ കുറിച്ച് കർത്താവ് പറയുന്ന പോലെ അവർക്ക് അല്പമേ ശക്തിയുള്ളൂ, എന്നാൽ അവർ ദൈവവചനം കേൾക്കുന്നവരാണ്. ഇങ്ങനെ എക്കാലത്തും കർത്താവിനൊരു ചെറിയ ശേഷിപ്പ് സഭയിലുണ്ട്. ഇനിയും അവരെ കുറിച്ച് തുടർന്ന് പറയുകയാണ്, അവർക്ക് ഭാവിയിൽ ലഭിക്കുന്ന അനുഗ്രഹം പ്രതിഫലമാണ്. നോക്കണം 5-ാം വാക്യം. 5-ാം വാക്യം നമ്മൾക്ക് അങ്ങ് വായിച്ചു പോവാം, അല്ലേ? 1 എന്താ? അവർ യോഗ്യന്മാരാകൊണ്ട് എന്ത് ചെയ്യും? വെള്ള ധരിച്ച് എൻ്റെ കൂടെ നടക്കും എന്നുള്ളതാണ്. എന്താണ് ഈ വെള്ള എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വർത്തമാന കാലഘട്ടത്തിലും ഭാവി കാലത്തിലും ഇത് പ്രസക്തമാണ്. വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? വെളിപാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രധാന കാര്യമാണ് എന്താ? നിന്റെ വസ്ത്രത്തിന്മേൽ എന്ത് ഉണ്ടാകരുത്, പുരളാൻ അനുവദിക്കരുത്. എന്താ? കറ പുരളാൻ അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ 2ാമത്തെ ക്ലാസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ്, ഭാഗ്യവാന്മാരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ
ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നവരാരാണ്? ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഇത് ഭാവി കാലത്തെ സംബന്ധിച്ചല്ല, പിന്നെ വർത്തമാനകാലത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം ആ ഒരു വാക്യം ഒന്ന് സൂചിപ്പിച്ചു പോകാം. സഭയെക്കുറിച്ച് അവിടെ പറയുമ്പോൾ, കർത്താവ് ചെയ്യുന്ന ജോലിയെക്കുറിച്ച് പറയുമ്പോൾ 22 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം കർത്താവ് നിവർത്തിക്കുന്നത്. എന്താ? കറ ചുളുക്കം ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് മുമ്പിൽ എന്ത് ചെയ്യുക? തേജസ്സോടെ നിർത്താനായി. അപ്പോൾ അവിടെ 2 വാക്കുണ്ട്. എന്തൊക്കെയാ? കറയും ചുളുക്കും. ഇത് രണ്ടും എന്തിനോട് ബന്ധപ്പെടുത്തിയാ പഠിക്കാൻ പറ്റുന്നത്? കറയും ചുളുക്കും എന്തിനോട് ബന്ധപ്പെടുത്തിയ? രണ്ടും വസ്ത്രത്തോട് ബന്ധപ്പെടുത്തിയ, അല്ലേ? വസ്ത്രമാണ്, വസ്ത്രത്തിന്മേലാണ് കറ പുരളുന്നതും, പിന്നെ വസ്ത്രമാണ് ചുളുങ്ങുന്നത്. അപ്പൊ ഈ വസ്ത്രം കറ പുരണ്ടാൽ എന്ത് ചെയ്യണം? അതാണ് കർത്താവ് പറഞ്ഞത്, കർത്താവ് ശുദ്ധീകരിക്കുന്നു. കർത്താവ് ശുദ്ധീകരിച്ചോണം എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചിട്ട് നിരുത്തരവാദിത്വപരമായി നമ്മൾ തുടരാൻ പാടില്ല. നമ്മൾക്കും അതിനകത്ത് പങ്കുണ്ട്. കറ പുരളാതെ സൂക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. ഇനിയും ചുളുക്കം വന്നാൽ കർത്താവ് എന്ത് ചെയ്യും? ആ ചുളുക്കം മാറ്റും. അതെങ്ങനെ മാറ്റുന്നത്? നല്ല അയൺ പ്രയോഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? ചുളുക്കമൊക്കെ മാറ്റുന്നത്. മര്യാദയ്ക്കൊക്കെ ജീവിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയും അതൊക്കെ വിട്ടാണ് ജീവിതമെങ്കിൽ, രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിൻ്റെ വില കൊടുത്തേ മതി. രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം ചത്തവരുടെ കാര്യത്തെക്കുറിച്ച് അതൊന്നും ഒരു വിഷയമേ അല്ല. അപ്പൊ ഇവിടെ കർത്താവ് ഭാവിപരമായിട്ട് പറയുക. വർത്തമാനകാലത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഇനിയും ഭാവിപരമായി കർത്താവ് പറയുകയാണ്, ഈ ഉടുപ്പ് മലിനമാകാത്തവർ യോഗ്യന്മാരാണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? വെള്ള ധരിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടക്കും. കർത്താവ് വന്ന് സഭയെ ചേർത്ത് കഴിഞ്ഞ് പ്രതിഫലം വീതിക്കുന്ന സന്ദർഭത്തിലെ കാര്യമായി തന്നെ പ്രതിഫലം വീതിക്കുന്നത് ഇതൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മനസ്സിലോട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പ്രതിഫലം വീതിക്കുക എന്നൊക്കെ പറയും. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നമ്മളെ നിർത്തിയേക്കുന്നത് ന്യായം വിധിക്കാനാണ്. പിന്നെ മറ്റ് ലോകജാതികളെ ന്യായം വിധിക്കുന്നത് പോലെ നമ്മളെ ന്യായം വിധിക്കാനാണോ കർത്താവ് പിന്നെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിർത്തുന്നത്? അല്ല. എന്തിനാ? ഇതൊക്കെ ധരിക്കാൻ ഇവർക്ക് യോഗ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഏതിന്? വെള്ള ഉടുപ്പ് ധരിച്ച് കർത്താവിനോടുകൂടെ നടക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്ന അവിടെയാണ്. നോക്കണം, ഉണർന്നുകൊള്ളുക, നീ ഉണരാഞ്ഞാൽ ഞാൻ വരും എന്ന് കർത്താവ് അവരോട് പറയും. കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ ന്യായവിധി എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ, പ്രതിഫലം വിധിക്കുന്ന കാര്യം. അത് പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, ആ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ആരൊക്കെയാ യോഗ്യന്മാരെന്ന് കർത്താവ് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യും. എന്തിന് യോഗ്യന്മാർ? എന്തിന്? വെള്ള ഉടുപ്പ് ധരിക്കുക. വളരെ കൃത്യമാണ് ഇവിടെ. വെള്ള ഉടുപ്പ് എല്ലാവർക്കും കിട്ടുമെന്നും പറഞ്ഞ് ആരും കൈകൊക്കി അല്ലെങ്കിൽ സ്തോത്രയും പറഞ്ഞുകൊണ്ടൊന്നും ജീവിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഉള്ളതല്ല. ആർക്കാ? യോഗ്യന്മാർക്ക്, അതിന് അർഹത നേടിയവർക്ക്, അതിന് യോഗ്യരായവർക്ക് വെള്ള ഉടുപ്പ് കർത്താവ് സമ്മാനം. എന്താണ് ഈ വെള്ളയുടുപ്പ് എന്ന് പറയുന്നത്? ഞാനത് 3 വിധത്തിൽ ഒന്ന് തിരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കും. ഒന്ന്, കർത്താവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വെണ്മ ഉള്ള വസ്ത്രത്തെക്കുറിച്ച്. വാക്യം ഞാൻ പറഞ്ഞു പോകാം. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. മത്തായി 17-ന്റെ 2-ാം വാക്യം. ഇത് മറുരൂപമലയിലെ സംഭവമാണ്.
മറുരൂപ മലയിലെ കർത്താവിൻ്റെ എന്താ പറയുന്ന കർത്താവ് രൂപാന്തരപ്പെട്ട രംഗമാണ്. മറുരൂപ മലയിലെ രംഗമാണ്. എല്ലാവരും ഒന്ന് എടുത്തു നോക്കി. 17:2 എന്താ? ആരും എടുക്കുന്നില്ലയോ? വാക്യം ഒന്ന് വായിച്ചോ. 17:2 വാക്യം. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിട്ട്. ഇനി മർക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വെളിച്ചം പോലെ വെള്ളയായിട്ടിരുന്നല്ല. 9-ാം അധ്യായത്തിന്റെ മർക്കോസ് 9:3 വാക്യം. അവിടെ മർക്കോസ് പറയുന്നത്, കർത്താവിന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുന്നത്, ഭൂമിയിൽ ഓരോ അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായിട്ടു എന്ന് പറഞ്ഞാൽ വെണ്മ കൊണ്ട് തിളങ്ങുന്ന വസ്ത്രം. ഇത് കർത്താവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്നെ തൻ്റെ അപ്പോസ്തലന്മാർ 3 പേരെ കാണിച്ചു. ഇതാ എൻ്റെ ഒറിജിനൽ വസ്ത്രം. നിങ്ങളുടെ കൂടെ ഇതുവരെ നടന്നില്ലേ ഞാൻ? പക്ഷെ എൻ്റെ ശരിക്കുമുള്ള വസ്ത്രം ഏതാ? നിങ്ങളുടെ കൂടെ നടന്നപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് നടന്ന അങ്കിയല്ല എൻ്റെ ശരിക്കുമുള്ള വസ്ത്രം. ഇത് കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കും. ഇനിയും ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ, രണ്ടാമത് ദൂതന്മാർ, ഒന്ന് യേശു, 2 ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. കർത്താവ് പുനരുദ്ധാനം ചെയ്ത രംഗം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ആ ഉയർത്തെഴുന്നേറ്റപ്പോൾ ചില സ്ത്രീകൾ കല്ലറയ്ക്കൽ ചെല്ലുന്നുണ്ട്. ആ സ്ത്രീകൾ കാണുന്നത് 28-ാം അധ്യായത്തിന് 3-ാം വാക്യം എടുത്തവരൊന്ന് വായിച്ചു. കണ്ടോ? അയ്യോ, മിന്നലിനൊത്തതും പിന്നെ ഹിമം പോലെ വെളുത്തതും ആരുടെ വസ്ത്രമാണ്? ദൂതന്മാരുടെ വസ്ത്രമാണ്. കണ്ടോ? അപ്പോ നാം 2 കാര്യങ്ങൾ ഇപ്പോൾ കണ്ടു. ഇതോട് ചേർത്ത്, യേശുക്രിസ്തുവിനോട് ചേർത്ത് നമ്മൾ ഈ വസ്ത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വേദഭാഗം പഴയ നിയമത്തിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് നല്ല. ഞാൻ പുതിയ നിയമത്തിനെ മാത്രമാണ് പറഞ്ഞു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. യെശയ്യാവ് കർത്താവിനെ കണ്ട കാര്യം എങ്ങനെ കണ്ട്? അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എവിടാ? ആലയത്തിൽ നിറഞ്ഞിരുന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ആലയത്തിന്റെ ഉമ്മരപ്പടികളിലും വാതിൽക്കലും വരെ എത്തി. അതേതാ വസ്ത്രം? കർത്താവിന്റെ തേജസ്സാണ്. ഇതൊക്കെ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ എഴുതിയിട്ടോ. ഈ യെശയ്യാവ് കണ്ടത് യേശുക്രിസ്തുവിനെയാണ്. യെശയ്യാവ് കണ്ടത് യേശുക്രിസ്തുവിനെയാണ്. അത് എവിടെ എഴുതിയിരിക്കുന്ന അറിയാം? യോഹന്നാൻ 12:40. എന്താ? യെശയ്യാവ് അവന്റെ തേജസ് കണ്ട അവനെക്കുറിച്ച് പറഞ്ഞതാണ്, അവനെക്കുറിച്ച് സാക്ഷിച്ചതാണ്. ആളുടെ തേജസ് പിതാവായ ദൈവത്തിന്റെ അല്ല, പിന്നെ യേശുക്രിസ്തുവിന്റെ തേജസ്സാണ് കണ്ടത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വസ്ത്രം തേജസ്സിന്റെ വസ്ത്രമാണ്. ഇതാണ് ദൂതന്മാരുടെ വസ്ത്രം. മിന്നലിന് ഒത്തതാണ് എന്ന് നമ്മൾ വായിക്കുക. 3-ാമത്, ഇത് ആർക്ക് തരുമെന്നാ പറഞ്ഞത്? ഈ വസ്ത്രം. അതാണ് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്ന വസ്ത്രം. ഏതാ? ഈ വെണ്മ ധരിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനോടുകൂടെ നടക്കും എന്ന് ഭാവിയിൽ ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ഏത്? ഈ വെണ്മ വസ്ത്രം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മൾ തേജസ്കരിക്കപ്പെടും അല്ലേ? നമ്മൾ ഭാവി കാലപരമായിട്ട് പഠിക്കുന്നതാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യും? കർത്താവ് വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും, പിന്നെ തേജസ്കരിക്കപ്പെടുകയും ചെയ്യും, രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്നാൽ ഒരു പ്രധാന കാര്യം ഓർത്തോണം, ഈ രൂപാന്തരത്തിൽ എല്ലാവർക്കും തേജസ് കിട്ടുമെങ്കിലും എന്താ വ്യത്യാസമാണ്. കേട്ടോ? വ്യത്യാസമാണ്.
അതാ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, എന്താ എൻ്റെ കൂടെ ആ പദം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കും, എന്നോട് കൂടെ. കർത്താവിൻ്റെ തേജസ് ഇവർക്കൂടെ എന്ത് ചെയ്യുക? കർത്താവിൻ്റെ തേജസ് അവർക്കും കൂടെ നൽകുക. യോഗ്യരായി കണ്ടവര്, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിച്ചവർ, അവർക്ക് നൽകുന്ന പ്രതിഫലമായത്. ഇനിയും ഇവിടെ നമ്മൾ സൂക്ഷ്മതയോടെ നോക്കിയാൽ ഇതിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. എല്ലാവരും എന്ത് ചെയ്യും? നാം എല്ലാവരും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 50 മുതലുള്ള വാക്യങ്ങൾ മരണവീടുകളിലെല്ലാം വായിക്കുന്ന ഒരു ഭാഗം. പ്രത്യേകിച്ചും തലേ ദിവസം രാത്രി, സമയം പോകണമല്ലോ, തലേ ദിവസം രാത്രി മുഴുവൻ എന്ത് ചെയ്യണം? നേരം വിളിക്കുന്നിടം വരെ വായന, പ്രാർത്ഥന. പണ്ട് എങ്ങനെയായിരുന്നു? ഇപ്പോഴും അതിനധികം പിന്നെ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അവിടെ എത്ര പേര് ഇത് ചിന്തിക്കുന്നുണ്ട്, എത്ര പേരൊക്കെ ഇത് ധ്യാനിച്ചാണ്, ഇതൊക്കെ മനസ്സിലാക്കിയാണ് ആ ഭാഗം വായിക്കുന്നതെന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മൾ സൂക്ഷ്മമായി ദൈവസഭയിൽ നടക്കേണ്ട കാര്യം അതാണ്. വചനം ശരിയായ നിലയിൽ, നിർമ്മലമായ നിലയിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കണം. ഈ 50 മുതലുള്ള വാക്യങ്ങൾ ഈ 15-ാം അധ്യായം പുനരുദ്ധാനത്തിന്റെ അധ്യായം അല്ലേ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം ദ ചാപ്റ്റർ ഓഫ് റിസറക്ഷൻ എന്നാണ് ആ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ. എന്താ? പുനരുദ്ധാനത്തിന്റെ അധ്യായം. പുനരുദ്ധാനം മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, പുനരുദ്ധാനത്തെ തുടർന്ന് ഗ്ലോറിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. എന്തിനെ കുറിച്ചാ? തേജസ്കരണത്തെ കുറിച്ചാണ് പറയുന്നത്. 50-ാം വാക്യം മുതൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം ഞാൻ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. ഇതൊക്കെ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപദേശപരമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഭാഗം. ഇപ്പം സഭകളിലെല്ലാം പ്രസംഗമാണ് നടക്കുന്നത്. എന്താ നടക്കുന്നില്ല? ശരിക്കുമുള്ള വചന പഠനം നടക്കുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഈ പ്രായമുള്ള ഒരു കുഞ്ഞഞ്ചാന്റെയും ജോർജ് കുട്ടിച്ചാന്റെയും ഒക്കെ പ്രായത്തിലുള്ള ബാബുസോന്റെ ഒക്കെ എന്നൊക്കെ പ്രായമുണ്ടെന്ന് നാടി പറഞ്ഞല്ലേ. അപ്പോ ഈ പ്രായത്തിലുള്ളവരൊക്കെ ഉപദേശങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കറിയാം, നന്നായിട്ടറിയാം. അവർക്ക് ഉപദേശങ്ങൾ അറിയാം, ഉപദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ യങ്സ്റ്റേഴ്സ്, നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരങ്ങള്, കുഞ്ഞുങ്ങള് ഈ ഉപദേശ സത്യങ്ങൾ വേണ്ട നില മനസ്സിലാക്കിയിട്ടില്ല. റിസറക്ഷൻ, പിന്നെ അത് ഒന്ന് പുനരുദ്ധാനം, രണ്ടാമത് തേജസ്കരണം, ട്രാൻസ്ഫോർമേഷൻ, അത് രൂപാന്തരം. പിന്നെ രൂപാന്തരത്തോട് ബന്ധപ്പെട്ടാണ് ഏത്? ഗ്ലോറിഫിക്കേഷൻ അഥവാ മഹത്വീകരണം, തേജസ്കരണം എന്ന് പറയുന്നത്. ഇത് ചേർന്ന് വരുന്ന 3 ഉപദേശ സത്യങ്ങളാണ്. മനസ്സിലായല്ലോ? ഇത് മൂന്ന് പ്രധാനപ്പെട്ട ഉപദേശ സത്യങ്ങളാണ്. പുനരുദ്ധാനത്തോട് ബന്ധപ്പെട്ട് നടക്കുന്നതാണ് അടുത്ത 2. ഏതാ? രൂപാന്തരവും തേജസ്കരണം. ഞാൻ അത് 2ആയിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുക. കാര്യം വേദപുസ്തകം അത് പഠിപ്പിക്കുന്ന അങ്ങനെ തന്നെ. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? മക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ, കുഞ്ഞുങ്ങളൊക്കെ. ആ ഭാഗം തുടങ്ങുന്നത് എങ്ങനെ? മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരിക്കുമുള്ള അർത്ഥം, മക്കളെല്ലാവരും എന്നെ നോക്കിയിരുന്ന അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശരീരം കൊണ്ട് നമുക്ക് എവിടെ പോകാൻ പറ്റുകയില്ല, സ്വർഗത്തിൽ പോകാൻ. പക്ഷെ ഇത്രയേ ഉള്ളൂ, ലളിതമാണ്. നമ്മളിത് ഈ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുമെന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് മനസ്സിലായത് ലളിതമായ സത്യമാണ്. എന്താ? നമുക്ക് ഈ ശരീരം കൊണ്ട് എവിടെ പോകാൻ പറ്റുകയില്ല, സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് മാറണം. അവിടെ ആ ചേഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ ട്രാൻസ്ഫോർമേഷൻ, ആ രൂപാന്തരത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഈ ശരീരം ക്ഷയമുള്ളതാണ്. അതെന്തായി മാറണം? അക്ഷയമായിട്ട് മാറണം, ക്ഷയിക്കാത്തതാണ്. രണ്ടാമത് അവിടെ പറയുന്നത് എന്താ? ഈ ശരീരം മർത്യമായതാണ്. മർത്യം എന്ന് പറഞ്ഞാൽ മാനുഷികമാണ്. ഈ ശരീരം മർത്യമായത്. ഈ മർത്യമായത് എന്ത് ചെയ്യണം?
അമർത്യമായതായി മാറണം. മരണം ഏശാത്തതായിട്ട് മാറും. മരണം ബാധിക്കാത്ത ശരീരമായിട്ട് മാറും. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? ദ്രവത്വം എന്ത് ചെയ്യണം? അദ്രവത്വത്തെ ധരിക്കണം. ഈ ശരീരം നമ്മൾ ചത്തു കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും? ദ്രവിക്കാൻ തുടങ്ങും. ഇത് ദ്രവത്വമുള്ളതാണ്. ഈ ദ്രവത്വമുള്ളത് എന്ത് ചെയ്യണം? അദ്രവത്വത്തെ ധരിക്കണം. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ അഥവാ രൂപാന്തരം എന്ന് പറയുന്നത്. ഇതാണ് രൂപാന്തരം. നമ്മുടെ ഈ ശരീരം എന്ത് ചെയ്യുക? ഈ 3 വിധത്തിലുള്ള മാറ്റം ഈ ശരീരത്തിന് സംഭവിക്കണം. ഇത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കണേ. ഈ 3 മാറ്റം സംഭവിക്കുക. അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? തേജസ്കരണത്തെ കുറിച്ച് തിരുവെടുത്ത് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നതിന് മുമ്പ് തേജസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് 2 വ്യക്തികളെ ഉദാഹരിച്ചുകൊണ്ടാണ്. 2 വ്യക്തികളെ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യാണ്? ഒരു ഇല്ലുസ്ട്രേഷൻ പോലെ പൗലോസ് പറയുകയാണ് അല്ലേ? ദൃഷ്ടാന്തീകരിക്കുകയാണ്. ആരൊക്കെയാ? 1 ഒന്നാം മനുഷ്യനായ ആദാം, 2 ഒടുക്കത്തെ ആദാം. ഒന്നാം മനുഷ്യനായ ആദാം അവന്റെ സ്വഭാവം പറഞ്ഞേ മണ്ണുകൊണ്ടുള്ളവനാണ്. എന്നാൽ ഒടുക്കത്തെ ആദാമായ യേശു ആരാണ്? സ്വർഗീയനാണ്. നമ്മളിപ്പോ ആരാന്നറിയാമോ? മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും. ഇപ്പം നമ്മുടെ ഈ ശരീരം ആരുടെ ശരീരമാണ്? ആദാമിന്റെ ശരീരം. എന്നാൽ സ്വർഗീയരെ പോലെ സ്വർഗീയന്മാരുമാകണം കേട്ടോ. ആരാ സ്വർഗീയൻ? നമ്മുടെ കർത്താവ്. നമുക്ക് എന്ത് ചെയ്യണം? ഈ ആദാമിന്റെ ശരീരം മാറി ആരുടെ ശരീരം നമുക്ക് കിട്ടണം? സ്വർഗീയനായ കർത്താവിന്റെ ശരീരം കിട്ടണം. അതാണ് കർത്താവ് പത്രോസിനും യാക്കോബിനും യോഹന്നാനും കാണിച്ചു കൊടുത്തത്. എൻ്റെ യഥാർത്ഥ ശരീരം നിങ്ങൾ കണ്ടോ? എൻ്റെ യഥാർത്ഥ സ്വരൂപം നിങ്ങൾ കണ്ടോ? എൻ്റെ യഥാർത്ഥ ഷെയ്പ്പ് നിങ്ങൾ കണ്ടോ എന്ന് കർത്താവ് പറഞ്ഞു കൊടുത്തത് അതാണ്. എന്നിട്ട് കർത്താവ് വ്യക്തമാക്കുകയാണ്, നമ്മൾ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്തോത്രം സ്വർഗീയന്റെ പ്രതിമയും. ഇതാണ് രൂപാന്തരം എന്ന് പറയുന്നത്. ഈ മണ്ണുകൊണ്ടുള്ളവന്റെ ഈ പ്രതിമ മാറി ആരുടെ പ്രതിമ? യേശു കർത്താവിന്റെ പ്രതിമ നമ്മൾ ധരിക്കും. എന്നാൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ ആദാമിനെ ദൃഷ്ടാന്തവൽക്കരിക്കുന്നുണ്ട്, ആദമിനെയും കർത്താവിനെയും ദൃഷ്ടാന്തവൽക്കരിക്കുന്നുണ്ട്. രണ്ടാമത് പുനരുത്ഥാനവും പുനരുത്ഥാനത്തോട് ചേർന്നുള്ള രൂപാന്തരവും വ്യക്തമാക്കും. ഇനി മൂന്നാമത് വേറൊരു കാര്യം പറയുന്നുണ്ട്. ആ 15-ാം അധ്യായം തേജസ്സിന്റെ കാര്യം പറയുന്നു. സ്തോത്രം. മനെ റജി ആ വാക്യം ഒന്ന് നോക്കി എടുത്തേ. സൂര്യന്റെ തേജസ് വേറെ, പിന്നെ ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളും തമ്മിൽ എന്തുണ്ട്? തേജസ് കൊണ്ട് പറ്റി. ആ റെഫറൻസ് ഒന്ന് പറയാം. 41-ാം വാക്യം. ഇനി എന്ത് ചെയ്യുക? ജ്യോതിർഗോളങ്ങളെ ആവണം. ആന്ത്രോപോളജി ഇവിടെ ഉണ്ട്. ആന്ത്രോപോളജി ആദാമിന്റെ കാര്യമാണ്. നരവംശ ശാസ്ത്രം ഇതൊക്കെ തിരുവനന്തപുരത്ത് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യം. ഇതൊക്കെ നമ്മൾ അടുക്കടുക്കായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് ശരിക്കും സന്തോഷിക്കും. അപ്പോൾ അത് ആദാമിനോട് ബന്ധപ്പെടുത്തി പറയുന്നു. രണ്ടാമത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ബയോളജിക്കലായിട്ടുള്ള ജീവശാസ്ത്രപരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്താ? വിത്ത് വിതയ്ക്കുന്നതും മുളച്ച് വരുന്നതും. നീ വിതയ്ക്കുന്ന വിത്ത മുളച്ചു വരുന്നത് അല്ലേ? വിതയ്ക്കുന്ന വിത്താണ് എന്ത് ചെയ്യുന്നത്? മുളച്ചു വരുന്നത്. പക്ഷേ വിതയ്ക്കുന്ന വിത്തിന്റെ രൂപത്തിലാണ് നമ്മൾ വരുന്നത്. മാങ്ങാണ്ടി നമ്മൾ കുഴിച്ചിട്ടാൽ കിളിർത്ത് വരുന്നുണ്ട്. മാങ്ങാണ്ടി ആയിട്ടാണോ വരുന്നത്? ആണോ? പൗലോസിന് അവാർഡ് കൊടുക്കണ്ടേ?
ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നെല്ല് നമ്മൾ വിതയ്ക്കുന്നു, പക്ഷെ കിളിർത്ത് വരുന്നത് ആ വിത്തല്ല, പിന്നെ ആ വിത്തിനെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന സസ്യമാണ്. എന്നെയും നിങ്ങളെ ഈ മണ്ണിൽ ഒരു ദിവസം വിതയ്ക്കും. നമ്മൾ മരിക്കുമ്പോൾ വിതയ്ക്കും. പക്ഷേ ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ഈ വിതച്ചതല്ല. നോക്കണം, ബയോളജിക്കലായിട്ട് ജീവശാസ്ത്രപരമായിട്ട് ആന്ത്രോപോളജി ഉണ്ട്, ജീവശാസ്ത്രമുണ്ട്, പിന്നെ ജ്യോതിശാസ്ത്രം ഉണ്ടോ? അധ്യായത്തിലുണ്ടോ? വേറെ പുസ്തകം ശാസ്ത്രീയമായിട്ട് നമ്മുടെ രൂപാന്തരത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ പറയുന്നത് നമ്മൾ രൂപാന്തരപ്പെടും എന്ന് മാത്രമല്ല, നമ്മൾ പുനരുദ്ധാനം ചെയ്തു വന്ന് രൂപാന്തരപ്പെടും എന്ന് മാത്രമല്ല, പിന്നെന്താ പറയുന്നത് കണ്ടോ? ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് രൂപാന്തരപ്പെടുമ്പോൾ എന്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും? സ്തോത്രം പറയണ്ട കാര്യം എല്ലാവർക്കും ഇതിന് സ്തോത്രമാണെന്ന് പറയാൻ പറ്റുകയില്ല. തേജസ്സിൽ എന്തുണ്ടാവും? വ്യത്യാസമുണ്ട്. ഇതൊക്കെ നമ്മൾ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചാൽ പഴയ നിയമ ഭക്തന്മാർക്ക് വരെ ഈ സത്യങ്ങൾ അറിയാമായിരുന്നു. പഴയ നിയമ ഭക്തന്മാർക്ക് വരെ. ഞാൻ 3 പഴയ നിയമ ഭക്തന്മാരെ നിങ്ങളുടെ ചിന്തയ്ക്കും പഠനത്തിനും വേണ്ടി പറഞ്ഞ് ഇതൊക്കെ കുറിച്ചിട്ടുകൊണ്ട് വീട്ടിൽ ചെന്നിരുന്ന എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ട് മിക്ക ആളുകൾക്കും. അല്ലേ? ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ സമയം ഉണ്ട്. ഈ ഓട്ടോയും കൊണ്ടൊക്കെ പോകുന്നവർക്കാണ് സമയം കിട്ടാത്തത്. ബാക്കിയുള്ളവർക്കൊക്കെ എന്തുണ്ട്? സമയമുണ്ട്. സമയം ചുമ്മാ വെറുതെ കളയരുത്. ഇതിനു വേണ്ടി സമയം കളയരുത്. ദൈവത്തിന് മുമ്പിൽ നിന്ന് അങ്ങോട്ട് ചിന്തിക്കണം. 3 പഴയ നിയമ ഈ കഥാപാത്രം എന്ന് നമ്മൾ പറയാറില്ലെങ്കിലും അത് ഒരു അത്ര കണ്ട് മോശം വാക്കൊന്നും അല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു പോയാലും അതൊന്നും തെറ്റൊന്നുമല്ല. ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ച ആള് ഇയ്യോബാണ്. ഏറ്റവും പൗരാണിക ഭക്തനാണ്. ആര്? ഏറ്റവും പുരാതന ഭക്തനാണ്. അബ്രഹാമിന് മുമ്പേ ജീവിച്ചിരുന്നയാളാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് അബ്രഹാമിനൊക്കെ ശേഷമായിരിക്കും. അല്ല, അബ്രഹാമിനും മുമ്പേ ജീവിച്ചിരുന്ന ഭക്തനാണ് ഇയ്യോബ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാം? 19-ാം അധ്യായത്തിൽ നമ്മളത് മിക്കവാറും പറയാനുണ്ട്. എന്താ, നമ്മൾ ശവസംസ്കാരം നടക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ പറയാറുണ്ട്. എന്താ, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, അത്ര കണ്ടത് തെറ്റൊന്നുമല്ല കേട്ടോ. നമ്മള് മിക്ക സ്ഥലങ്ങളിൽ നമ്മൾ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുക. മിക്ക സ്ഥലങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ദേഹസഹിതനായിട്ടാണ്, ദേഹരഹിതനായിട്ടൊന്നല്ല പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. ഒരർത്ഥത്തിൽ അത് ശരി തന്നെ. എന്നാൽ 2 വിധത്തിൽ നമ്മൾ കർത്താവിനെ കാണും. ഒന്ന്, ദേഹം കൂടാതെ നമ്മൾ കർത്താവിനെ കാണണം. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ ശരീരം കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക? എന്താ പറഞ്ഞ് മനസ്സിലായില്ലേ? ആമേൻ പറഞ്ഞു വന്നേ. ശരീരം കൂടാതെ നമ്മൾ കർത്താവിനെ കാണും. നമ്മുടെ ആത്മാവ് നമ്മുടെ കർത്താവിനെ കാണും, ശരീരം കൂടാതെ. അടുത്ത് പറയുകയാണ്, അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുമെന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ഞാൻ എൻ്റെ ദേഹം കൂടാതെ, എൻ്റെ ശരീരം കൂടാതെ കർത്താവിനെ കാണും. രണ്ടാമത് ഞാൻ എന്ത് ചെയ്യും? ശരീരത്തോടുകൂടെ പുനരുത്ഥാനം ചെയ്തു വരും. ഞാൻ എൻ്റെ കർത്താവിനെ പഴയ നിയമത്തില് നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒന്നാമത്തെ വ്യക്തി ആരാ? ഇയ്യോബ. രണ്ടാമത്തെ വ്യക്തി ദാവീദ് എന്താ പറയുന്നത്? 17:15 സങ്കീർത്തനം 17:15 പലയിടത്തും മിക്ക സ്ഥലങ്ങളിലും ഒക്കെ വായിക്കുന്ന ഒരു വേദഭാഗം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാ. ഐ വിൽ റൈസ്. അത് ഞാൻ എഴുന്നേറ്റ് വരും. ഇങ്ങനെ ഐ വിൽ
എറൈസ് ഇൻ യുവർ ലൈക്ക്നെസ് എന്നാണ് ഇംഗ്ലീഷ്. എറൈസ് എന്നുള്ളതിന് വേറെ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ? when I awake in thy likeness എന്ന ഇംഗ്ലീഷ്. ഞാൻ അങ്ങയുടെ രൂപത്തിൽ എന്ന് പറഞ്ഞ സാദൃശ്യത്തിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോ, മലയാളത്തിൽ എത്രയേ ഉള്ളൂ, ഞാൻ ഉണരുമ്പോഴെന്ന് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ അത് ഉണരുമ്പോഴെന്ന് മാത്രമല്ല. when I awake in thy likeness, in your likeness. ദൈവമേ, ഞാൻ നിന്റെ രൂപത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ. അപ്പൊ നമ്മൾ പുനരുദ്ധാനം ചെയ്തത് എങ്ങനെയാ? ആദാമിന്റെ രൂപത്തിലാണ് നമ്മൾ മരിക്കുന്നത്. മരണം എങ്ങനെയാ? ആദാമിന്റെ രൂപത്തിലാ. നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെയാ? ഇതൊക്കെ കേൾക്കുന്ന സ്തോത്രം എന്ന് പറയല്ലേ. നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെയാ? നമ്മൾ ഉയർത്തെഴുന്നേൽക്കും നമ്മുടെ കർത്താവിന്റെ രൂപത്തിലാ. നോക്കണം, ദാവീദിന് പ്രത്യാശ ഉണ്ടായി. മരിച്ചിട്ട് ഞാൻ എന്റെ കർത്താവിന്റെ രൂപത്തിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ദാവീദിന് പ്രത്യാശ. ഇനി മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിച്ച ആള് ദാനിയേലാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ ദാനിയേലിനോട് കർത്താവ് പറയുന്ന കാര്യം ദാനിയേലിനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? നീയോ ദാനിയേലേ, ഒരുക്കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ പ്രത്യാശ അവർ പുനരുദ്ധാനം ചെയ്യുമെന്നുള്ളതാണ്. അവിടെ തന്നെ പറയുന്നുണ്ട് ഈ തേജസ്സിന്റെ കാര്യം. ഈ 12-ാം അധ്യായം അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ, സ്തോത്രം, അവരാരെ പോലെ ശോഭിക്കും? ആകാശമണ്ഡലത്തിലെ പ്രഭകളായി ശോഭിക്കും. ചിലർ സൂര്യനെ പോലെ ശോഭിക്കും. ഇവിടെ നമ്മൾക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് വരാം. വെളിപാട് പുസ്തകത്തോട് ചേർത്ത് ഇത് പൗലോസിന്റെ വാക്കുകൾ 1 കൊരിന്ത്യർ 15 എന്താ? എല്ലാവർക്കും ലഭിക്കുന്ന വസ്ത്രത്തിൽ എന്തുണ്ട്? വ്യത്യാസമാണ്. നക്ഷത്രവും തമ്മിൽ തേജസ്സുണ്ട് വ്യത്യാസം. ഞാൻ വിചാരിക്കുന്നു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ വ്യത്യാസം നമ്മൾ കാണും. ഒരുപക്ഷെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും ലഭിക്കുന്ന അത്ര തേജസ് എനിക്ക് കിട്ടിയെന്ന് വരികയല്ല. തിരിച്ച് സംഭവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. നിങ്ങളാരും എന്നോട് അസൂയപ്പെടരുത്. തിരിച്ച് സംഭവിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ വിചാരിക്കും, ഇന്നയാൾ ഒത്തിരിയൊക്കെ വേലയൊക്കെ ചെയ്ത ആളാണ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടിയാണ്, അധ്വാനിച്ച. ഞാൻ പറയട്ടെ, കർത്താവിന്റെ ക്രൈറ്റീരിയ ഇതൊന്നും അല്ല. ഇതുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രതിഫലം വീതിക്കുമ്പോൾ കർത്താവ് തീരുമാനിക്കുന്നത് ആർക്കെന്ത് കൊടുക്കണം. ഇനി ഒരു കാര്യം, ഒരൊറ്റ മനുഷ്യന് തിരിച്ചു നിന്ന് എന്നോട് എന്താ ഇങ്ങനെ ചെയ്തതെന്ന് പറയാനുള്ള അവസരം കർത്താവ് നൽകത്തില്ല. അതാണ് കർത്താവിന്റെ ആർക്കും പ്രതിവാദമില്ലാതെ ഇരിക്കേണ്ടതിന് തന്നെ തിരുവഴുത്തിൽ ആവർത്തിക്കുന്ന ഒരു വാക്കാണ്. ഒരൊറ്റ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറയാൻ പറ്റില്ല? പ്രതിവാദം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അത്രയ്ക്ക് മുഖപക്ഷം കൂടാതെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? പ്രതിഫലം ഭാഗിക്കും. നമ്മൾ ഓർക്കണം, ഇവിടെ നമ്മുടെ ഈ സിയോങ്കുന്ന് സഭയിലെ എല്ലാവരും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സിയോങ്കുന്ന് സഭയിലെ എല്ലാവരും ഒന്നുമല്ല, സകല രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും ഈ കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എന്താ? ഞാൻ കർത്താവിന്റെ അടുക്കൽ ചെല്ലും, എൻ്റെ വസ്ത്രം ഞാൻ സൂക്ഷിക്കണം. ഞാൻ കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്നെ എൻ്റെ കർത്താവ് യോഗ്യനായിട്ട് കാണും. എൻ്റെ കർത്താവിനോടുകൂടെ എനിക്ക് ആ തേജസ്സിന്റെ വസ്ത്രം ധരിച്ച് നടക്കണം. ഇതാണ് സർദീസിലെ വിശ്വാസികൾ. ആ ശേഷിപ്പിനോട് കർത്താവ് പറയുന്ന അർത്ഥം ഇതാണ്. അവരാരാണ്? യോഗ്യന്മാരാണ്. അപ്പോ ഇവിടെ ആദ്യത്തെ പ്രതിഫലം നമ്മൾ കണ്ടത് അവര് യോഗ്യന്മാരായതുകൊണ്ട് വെള്ള ധരിച്ച് കർത്താവിനോട് നടക്കും എന്നുള്ളതാണ്.
ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് വളരെ വിവാദപരമായ ഒരു എന്ന് പറഞ്ഞാൽ ഇത് വിവാദപരമൊന്നുമല്ല, നമ്മളാണ് വ്യാഖ്യാനിക്കുന്ന ആളുകൾ വിവാദം ഉണ്ടാക്കുകയാണ്. വേദോത്സവത്തിലെ ഒരു കാര്യത്തിന് എന്തിൻ്റെ ആവശ്യമില്ല, വിവാദത്തിന്റെ ആവശ്യം. ഇവിടെ അടുത്ത് പറയുന്നത് നോക്കുക, എന്താ 5-ാം വാക്യം 2-ാം ഭാഗം നോക്കി. ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും, പിന്നെ അവന്റെ പേര് ഞാൻ എന്ത് ചെയ്യല, ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും എന്ത് ചെയ്യും, ഏറ്റുപറയും. ഇനി നമ്മൾ അല്പം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകും. എല്ലാവരും പുസ്തകത്തിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, എനിക്കറിയാം. ഞാൻ ഇവിടെ നോക്കുമ്പോൾ കാണുമ്പോൾ അറിയാം എല്ലാവരും വളരെ താല്പര്യത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ജയിക്കുന്നവരുടെ പേര് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? മായ്ച്ചു കളയത്തില്ല. ജയിക്കുന്നവരുടെ പേര് എന്ത് ചെയ്യല. അപ്പൊ ഈ ജയിക്കാത്തവരുടെ പേര് മായ്ച്ചു കളയും. ഇത് വെച്ചാണ് ഞാൻ തുറന്നു പറയുകയാണ്, ഇതൊക്കെ നമ്മൾ ഗ്രഹിക്കേണ്ടത് കൊണ്ട് ഞാൻ വ്യക്തമാക്കുകയാണ്. ഈ വാക്യം വെച്ചാണ് ചിലര് രക്ഷ നഷ്ടപ്പെടും, രക്ഷഭദ്രമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ദുരുപദേശത്തിന്റെ അത് ദുരുപദേശമാണ്. ചുവന്ന മഷിക്ക് അടിവരയിട്ട് നിങ്ങൾ എഴുതി വെച്ചോണം, ഇത് ഏറ്റവും വലിയ ദുരുപദേശം. രക്ഷിക്കപ്പെട്ട ആളിന്റെ രക്ഷ ഭദ്രമാണോ? തിരുവഴുത്ത് എന്താ പറയുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാക്കിന്റെ അർത്ഥം എന്താ? ഞാൻ അവന്റെ പേര് മായ്ച്ചു കളയല്ല. ആരുടെ? ജയിക്കുന്നവന്റെ പേര് എവിടുന്ന്? ജീവന്റെ പുസ്തകം. നമുക്കറിയാവുന്ന ജീവന്റെ പുസ്തകം ഏതാ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കൾ തള്ളിയിടുന്ന നമുക്കറിയാവുന്ന ഒരൊറ്റ ജീവന്റെ പുസ്തകമുണ്ട്. ദ ബുക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ജീവന്റെ പുസ്തകം അറിയാവുന്ന. എന്താ കർത്താവും പറയുന്നുണ്ട്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറയാം. ഈ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയും എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കെ, മായ്ച്ചു കളയത്തില്ലെന്നും മായ്ച്ചു കളയും എന്നും തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കെ രക്ഷഭദ്രമാണെന്ന് പഠിപ്പിക്കുന്ന ബ്രദറുകാരുടെ ഉപദേശം അല്ല ഇത്. വേദപുസ്തകം പഠിപ്പിക്കുന്ന നമ്മൾ പഠിപ്പിക്കുന്നത് ശരിയോ തെറ്റോ? ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് പറയാൻ നിന്നാൽ ഏറ്റവും ഒടുവിലാ വന്നത്. അന്നേരം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ ആർക്കും ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ആഴ്ചത്തേക്ക് ഇത് മാറ്റിവെച്ചത്. ഏതാണ് ഈ ജീവന്റെ പുസ്തകം? ജീവന്റെ പുസ്തകം എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ചില വചനങ്ങൾ പറയാം. ഇത് മറന്നു പോകരുത്, പ്രത്യേകിച്ചും നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇത് മറന്നു പോകരുത്. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം, വീട്ടിൽ കൊണ്ടുചെന്ന് പഠിക്കണം. പഠിച്ച് ഹൃദയത്തിൽ നിശ്ചയം പ്രാപിക്കണം. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല എന്നുള്ള ആ അവസ്ഥയിൽ നിശ്ചയം പ്രാപിക്കേണ്ട ഉപദേശ സത്യമായി നോക്കണം. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം ആദ്യം ഒന്ന് എടുക്കുന്നവരൊന്ന് വായിച്ചുകൂടെ സഹായിക്കണം. 32-ന്റെ 32. കർത്താവേ, നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ക്കണം. മോശ പറയാതെ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണം. ഇനി 33-ാം വാക്യം നോക്കിയേ.
അവിടെ ദൈവം പറയുന്ന വാക്യം അല്ലേ എന്താ? എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എന്ത് ചെയ്യും? എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കണേ, അല്ലെങ്കിൽ തന്നെ ഇത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഒട്ടും കിട്ടുകയില്ല. എന്താ? എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എന്ത് ചെയ്യും? എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. മോശ പറയുന്നു, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേരങ്ങ് മായ്ച്ചു കളഞ്ഞേര്. പിന്നെ ദൈവം പറയുകയാണ്, എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എന്ത് ചെയ്യും? എന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ മായ്ച്ചു. ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം. ഈ പുസ്തകം ഏതാണ്? ജീവന്റെ പുസ്തകം എന്ന പുസ്തകമാണോ? ജീവന്റെ പുസ്തകം എന്നുള്ള പേരിൽ വേറെ പുസ്തകമുണ്ടോ? നോക്കിക്കേ, 69-ാം സങ്കീർത്തനത്തിന്റെ 28-ാം വാക്യം. 69-ാം സങ്കീർത്തനം 28-ാം വാക്യം. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണേ. അവിടെ നിർത്തണേ. അവിടെ നിർത്തിയപ്പോഴേ അടുത്ത വചനം വായിച്ച്, നീതിമാന്മാരോടുകൂടെ അവരുടെ പേര് കൃത്യമായോ? പിടികിട്ടിയോ? അപ്പോ രണ്ട് പുസ്തകമുണ്ട് അല്ലേ? നീതിമാന്മാരുടെ പേരെഴുതുന്ന പുസ്തകമുണ്ട്, പിന്നെ ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന വേറൊരു പുസ്തകം കൂടെ ഉണ്ട്. ഇവിടെ സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുന്നത് എന്താ? ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണം. ആരെ? തന്നോട് അതിക്രമം ചെയ്തവരെ എന്ത് ചെയ്യണം? ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ച്ചു കളയണം. അപ്പോൾ പേര് മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു പുസ്തകമുണ്ട്. മറ്റേ അടുത്ത പുസ്തകം നീതിമാന്മാരോടുകൂടെ അവര് എഴുതരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നീതിമാന്മാരോടുകൂടെ ഒരുത്തന്റെ പേര് എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ പേര് വായിച്ചു കളയാൻ പറ്റുകയില്ല. അപ്പോ ഒരു പുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യും? പേര് മായ്ക്കും. മറ്റേ പുസ്തകത്തിൽ നിന്ന്, ആ പുസ്തകം ഏതാ? നീതിമാന്മാരുടെ പേരെഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്നും ഒരു പേരും എന്ത് ചെയ്യല? മായ്ച്ചു കളയാം. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. മറ്റേ പുസ്തകം ഏതാ? 87-ാം സങ്കീർത്തനമുണ്ട്. 87-ാം സങ്കീർത്തനം 4 മുതലുള്ള വാക്യം. എല്ലാവരും പുസ്തകം കൂടെ എടുത്ത വാക്യം കൂടെ നോക്കണം. 4 മുതലുള്ള വാക്യം എന്താ? ഇത് ദൈവത്തിന്റെ പ്രസ്താവന കേട്ടോ. ഈ ദൈവം വംശങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ഈ രാജ്യക്കാരെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും? പ്രസ്താവിക്കും. ഇനി അടുത്തത്, ഇവൻ അവിടെ ജനിച്ചു എന്നും ഇവനും അവനും അവിടെ ജനിച്ചു എന്നും എന്ത് ചെയ്യും? ശ്രീവനെ കുറിച്ച് പറയും. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ, കേക്കണേ മോനെ, ഒന്ന് നിർത്തിയിട്ട്, യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ, വംശങ്ങള് ആദാം മുതലുള്ള സകല മനുഷ്യരുടെയും ഉൾപ്പെടുന്ന വംശങ്ങളെ യഹോവ എന്ത് ചെയ്യുക? എഴുതിക്കൊണ്ടിരിക്കുക. യഹോവ വംശങ്ങളെ എന്ത് ചെയ്യുമ്പോ പറയുകയല്ല, പിന്നെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു, അവൻ ഇന്നിടത്ത് ജനിച്ചു എന്ന് എഴുതും. PS തമ്പാൻ ചെറുവള്ളി എസ്റ്റേറ്റിൽ ജനിച്ചു എന്ന് എഴുതും. പിന്നെ രക്ഷിക്കപ്പെടാത്ത ഒരാള്, നിങ്ങൾ ആരുടെയെങ്കിലും പേര്, ഞാനിവിടെ ഇനി ആരുടെയെങ്കിലും പേര് പറഞ്ഞു എങ്കിൽ കുഴപ്പമില്ലേ?
ഇവിടെ ഇരിക്കുന്ന ഒറ്റ കുഞ്ഞുങ്ങളുടെ പേര് ഞാൻ പറയത്തില്ല, കാര്യം എല്ലാവരും എന്ത് ചെയ്തവരാ, എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരുടെയും പേര് പറയാൻ പറ്റുകയില്ല. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന പേര് ആരുടെയാ? അതെ അതെ, രണ്ട് മോദിയുടെ പേര്, അമിത്ഷായുടെ പേര്. ഇയാളെവിടെ ജനിച്ചേ? ഇവരൊക്കെ ലോകത്തിൽ ആദാം മുതൽ ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനിച്ച കുഞ്ഞിന്റെ പേര് വരെ എഴുതുന്ന വംശങ്ങളുടെ ലിസ്റ്റ് ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം എവിടെ ഉണ്ട്? സ്വർഗത്തിലാണ്. ഈ എഴുതിയതിൽ ഒരാൾ മരിക്കുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ? ആ ആളിന്റെ പേര് അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യും, എറേസ് ചെയ്യും. അതാ മോശ പറയുന്നത്, ഇവരെ കൊണ്ട് ഞാൻ തനി നാടൻ ഭാഷ പറ, ഞാൻ മടുത്തു, എനിക്കിനി ജീവിക്കണ്ട. നീ എഴുതിയ ആ പുസ്തകം ഉണ്ടല്ലോ, ആദ്യം എൻ്റെ പേര് എഴുതിയ ആ പുസ്തകം ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് എൻ്റെ പേര് അങ്ങ് മാറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ പറഞ്ഞേ? എന്തായാലും എന്നെ കൊന്ന് എനിക്കിനി ജീവിക്കണ്ട, ഇതാ അതിൻ്റെ അർത്ഥം. മറ്റേ പുസ്തകം ഉണ്ടല്ലോ, ഏതാ? നീതിമാന്മാരുടെ പേരെഴുതുന്ന ആ പുസ്തകം, രക്ഷിക്കപ്പെട്ടവരുടെ ആ പേരെഴുതുന്ന ആ പുസ്തകം, അതിനകത്ത് നിന്ന് ലോകത്തിലാർക്കും പറ്റിയല്ല. ഒരിക്കൽ ദൈവം എഴുതി കഴിഞ്ഞാൽ ദൈവത്തിനു പോലും അത് നിങ്ങൾ എന്താ ആദ്യം മിണ്ടാണ്ടിരിക്കുന്നത്? ബാക്കിയൊന്ന് പറയുന്നേ, സന്തോഷമുണ്ടെങ്കിൽ. ദൈവത്തിനു പോലും മായ്ച്ചു കളയാൻ കഴിയില്ല. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമമെഴുതി ആരും ദുഃഖാത്തായി ആർക്കും എന്റെ പേര് ആ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുവാൻ സാധിക്കില്ല. ഇപ്പൊ മനസ്സിലായല്ലോ? ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തി ജനിക്കുമ്പോൾ ആ ആളിന്റെ പേരെഴുതുന്ന ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേരെന്ത് തന്നെയാണ്? ജീവന്റെ പുസ്തകമാണ്. നമ്മുടെ വില്ലേജ് ഓഫീസിലുണ്ട്, പഞ്ചായത്ത് ഓഫീസിലുണ്ട് അങ്ങനത്തെ പുസ്തകം, ഒരു ബുക്ക്. എന്താ അതിന്റെ പേര്? ജനന രജിസ്റ്റർ. ഈ ജനിച്ചവര് മരിക്കുമ്പോൾ, ജനിച്ചാൽ 7 ദിവസത്തിന് മുമ്പ് അല്ലേ, മരിച്ചാൽ 14 ദിവസം. ഒരാൾ മരിച്ചു, ഇങ്ങനെ ജനിച്ച ഒരാളുടെ പേര് ഇതിനകത്ത് എഴുതി. അങ്ങാടി, നിങ്ങൾ പഴവങ്ങാടിയാണ് അല്ലേ? പഴവങ്ങാടി പഞ്ചായത്തിലുള്ള നിങ്ങളുടെ പേര് എവിടെ എഴുതി? ജനന രജിസ്റ്ററിനകത്ത് എഴുതി. ഇനി നിങ്ങളുടെ കാര്യം പറയുന്നില്ല. അങ്ങനെ എഴുതപ്പെട്ട ഒരാൾ മരിച്ചാൽ 14 ചിലക്ക് മരണത്തെക്കുറിച്ച് കേൾക്കുന്ന വലിയ പേടിയാണ്. 14 ദിവസത്തിനുള്ളിൽ വില്ലേജ് ഓഫീസിൽ ചെന്ന് പറയുക, ഞങ്ങളുടെ ഇന്നയാള് മരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോഴെന്ത് ചെയ്യും? രജിസ്റ്ററിൽ നിന്ന് ആ ആളിന്റെ പേര് നീക്കം ചെയ്യും. ഇങ്ങേയറ്റം എവിടെ വരെ മാറ്റുമെന്നറിയാമോ? റേഷൻ കാർഡ് വരെ മാറും. എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയാലോ? നമുക്ക് നോക്കാം. ഈ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരെ കുറിച്ച് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു നല്ല വേദഭാഗം, ലൂക്കോസ് 10:20 ഞാൻ പറഞ്ഞായിരുന്നു. എന്താ? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിനാൽ തന്നെ സന്തോഷിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാക്യം ഒന്ന് വായിച്ചുതരാം. അപ്പോൾ എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കുകയും ചെയ്യാം. 4-ാം അധ്യായം 3-ാം വാക്യം. എനിക്കറിയാം, റജിക്ക് ഈ വാക്യമെല്ലാം മനപ്പാടമാണ്. എന്തായാലും ഒന്ന് വായിച്ചേ.
പുസ്തകത്തിൽ നോക്കിയൊന്ന് വായിച്ചു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടി. അത് 2-ാം വാക്യം മുതൽ വായിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. അവിടെ 2 സഹോദരിമാരുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. സഹോദരിമാർ കേട്ടോണേ, സഹോദരിമാരുടെ കാര്യം പറയുന്നുണ്ട്. എന്താ? യുവതിയും സ്വന്തികയും. ചിലർക്ക് ഈ പുസ്തകം ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് ചിലർക്ക് വളരെ കുഴച്ചിലൊക്കെ പറയാറുണ്ട്. യുവോദ്യ ഭർത്താവും സ്വന്തിക ഭാര്യയുമാണെന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ പറ്റും. ഏലിയാവ് ഭർത്താവ് ഏലിശ, ഈ വേറെ പുസ്തകത്തെ പരിചയമില്ലാത്തതുകൊണ്ട് പറ്റുന്ന കുഴപ്പമായത്. ഇത് 2 സഹോദരിമാരാ. യുവതിയെയും സ്വന്തികയും 2 സഹോദരിമാരാ. ഈ 2 സഹോദരിമാർ മറ്റേ പറഞ്ഞേക്കുന്ന സഹോദരനാ. ആരാ? ക്ലെമന്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? ഒരു സഹോദരനാണ്. പൗലോസിന്റെ കൂട്ടുവേലക്കാരനാണ്. പൗലോസ് പറയുകയാണ്, ഈ 2 സഹോദരിമാർ എൻ്റെ സഹപ്രവർത്തകനായ ക്ലെമന്തിനോടുകൂടെ എന്നോടും ചേർന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ വലിയ പോരാട്ടം കഴിച്ചിട്ടുണ്ട്. എന്താ ഇവരുടെ പ്രത്യേകത എന്നറിയാമോ? ഇവരുടെ എല്ലാം പേര് എവിടെ എഴുതിയിട്ടുണ്ട്? എവിടെ എഴുതിയിട്ടുണ്ട്? ജീവന്റെ പുസ്തകം. അത് ഏത് പുസ്തകമാണ്? നീതിമാന്മാരുടെ പേരെഴുതിയിരിക്കുന്ന പുസ്തകത്തിലാണ് ഇവരുടെ പേര് എഴുതിയിരിക്കുന്നത്. ഇനിയും വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും 17-ന്റെ 8-ാം വാക്യവും 13-ന്റെ 8, 17-ന്റെ 8, 20 അതെ അത് വായിച്ചിരുന്ന വളരെ നന്നായി. ലോകസ്ഥാപനം മുതൽ അല്ലേ എന്നാ ഈ പേര് എഴുതിയത്? ഞാൻ പറയട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ട സമയമൊക്കെ പറയും. പ്രത്യേകിച്ചും ഉപദേശിമാരൊക്കെ സുവിശേഷം പറഞ്ഞ് ആരെങ്കിലും കൈ ഉയർത്തി അല്ലെങ്കിൽ കർത്താവിനെ ഏറ്റു പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും പറയും, ഇന്ന് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു. അതത്ര കണ്ട് ശരിയല്ല കേട്ടോ. അന്നല്ല എഴുതുന്നത്. എന്നാ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്ത് ചെയ്യുക? ഇതാണ് കർത്താവിന്റെ മുൻ നിയമനം എന്ന് പറയുന്നത്. മുൻ നിർണയം എന്ന് പറയുന്നതാണ്. കർത്താവ് മുൻ നിർണയിച്ചു, മുൻ നിയമിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അവന്റെ പേര് അന്നേ എഴുതിയിരിക്കുക. ഇനിയും സ്തോത്രം, 20-ാം അധ്യായത്തിന്റെ 12, 15 2 വചനങ്ങളുണ്ട്. അവിടെ എല്ലാം പറയുന്നത് എന്താണെന്നറിയാമോ? അന്ത്യന്യായവിധിയെ കുറിച്ച് പറയുന്നിടത്താണ് 20-ാം അധ്യായത്തിൽ 12ഉം 15ഉം വാക്യം. എന്താ? ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ. ഇവിടെ ന്യായമായൊരു ചോദ്യം ഉണ്ടാകും. ഞാൻ പറഞ്ഞു തന്നെ കേട്ടിട്ടുള്ളവർ ഇവിടെ കാണും. എന്താ? ജീവപുസ്തകത്തിൽ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവരാരാ? രക്ഷിക്കപ്പെടാത്തവരാണെന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയവർ കേട്ടോ. ഇതൊക്കെ സൂക്ഷ്മമായിട്ട് ദൈവവചനം വായിക്കുമ്പോഴേ മനസ്സിലാവും. ആരാ അവിടെ നിൽക്കുന്നത്? 11-ാം വാക്യം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. വെള്ളസിംഹാസനത്തിലെ ന്യായവിധി തർക്കമില്ല അല്ലേ? അടുത്ത എന്താ? അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അടുത്ത വചനം. ഇതാരാ അവിടെ നിൽക്കുന്നത്? മരിച്ചവരാ നിൽക്കുന്നത്. ആബാലവൃദ്ധം, രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ അവരാണ് അവിടെ നിൽക്കുന്നത് അല്ലേ? മരിച്ചവർ ആബാലവൃദ്ധം ഉയർത്തെഴുന്നേറ്റ് ഇവിടെ നിൽക്കുക, വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുക. അവരുടെ ന്യായവിധിയാണ് നടക്കുന്നത്. ഇവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ തീപ്പൊയ്യിൽ തള്ളിയിടുമെന്ന് പറയും? പേരില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഉണ്ട്, അർത്ഥമുണ്ട്.
അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? ചിലർക്ക് അവരുടെ പേര് ആ പുസ്തകത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്റെ പേര് അതിനകത്ത് ഇല്ലേ? സംശയം ഉണ്ടാവും അല്ലേ? പള്ളി വെക്കാൻ സ്ഥലം കൊടുത്തതാണ്, ഞാൻ പള്ളിയിൽ നിന്നങ്ങ് പറഞ്ഞെന്നൂടെ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളങ്ങ് പൂരിപ്പിച്ചു. ഒത്തിരി കഷ്ടപ്പെട്ടതാണ്, ഒരുപാട് ദൈവദാസന്മാരെ സ്വീകരിച്ചതാണ്, സൽക്കരിച്ചതാണ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണ്. അന്നാളി പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്ന വാക്കുകളൊക്കെ ചിലയിടത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒക്കെ ഞാൻ എന്നിട്ടും എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലേ എന്ന് പറഞ്ഞ, ജീവന്റെ പുസ്തകത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലർക്ക് വിശ്വാസം വരികയില്ല. അതിനാണ് എന്ത് ചെയ്യുന്നത്? ജീവന്റെ പുസ്തകം അവിടെ തുറക്കുന്നത്. വളരെ ക്ലിയറായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന വസ്തുതയാണ്. ഒരിക്കൽ കർത്താവ് ഒരു വ്യക്തിയുടെ പേര് രക്ഷിക്കപ്പെട്ടവരുടെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ അതൊരിക്കലും മായുകയില്ല. ഇത് എഴുതിയത് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴും അല്ല, പിന്നെ ലോക സ്ഥാപനത്തിനു മുമ്പേ എഴുതപ്പെട്ടതാണ്. ഇനിയും അവരുടെ പേര് മായ്ച്ചു കളയുകയില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒത്തിരി സ്തോത്രം പറയുന്നുണ്ടല്ലേ? ഒരു വട്ടം കൂടെ പറയും, ദൈവത്തിന് സ്തോത്രം. അവരുടെ പേര് മായ്ച്ചു കളയുകയില്ല എന്ന് മാത്രമല്ല, അടുത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ച ഒരു വചനമാണ് 5-ാം വാക്യത്തിന്റെ. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയില്ല എന്ന് പറഞ്ഞാൽ സർദീസിലുള്ള ആ യോഗ്യന്മാരായ ശേഷിപ്പുണ്ടല്ലോ, അവരെ ഇപ്പോൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരിക്കാൻ ഞാൻ അനുവദിക്കയില്ല. അവരെന്ത് ചെയ്യണം? കുറെ കാലം കൂടെ ജീവിക്കണം. അവർക്ക് സഭയ്ക്ക് പ്രയോജനപ്പെടണം. അവരുടെ ശുശ്രൂഷ സഭയ്ക്ക് വേണം. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യല? വംശങ്ങളുടെ പേരെഴുതിയിരിക്കുന്ന ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ അവരുടെ പേര് എന്ത് ചെയ്യല? വായിച്ചു കളയുകയില്ല. ഓൾറെഡി അവരുടെ പേര് അവിടെ ഉണ്ട്, രക്ഷിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉണ്ട്. സ്തോത്രം. ഇതിന് സ്തോത്രം പറയണ്ടേ? നമ്മളെ ജീവനോട് വെച്ചിരിക്കുന്നതിന് സ്തോത്രം പറയണ്ടേ? ഒന്ന് സമാധാനിക്കല്ലേ? ആ ചെറിയ ശേഷിപ്പിനകത്ത് കർത്താവ് നമ്മളെയും വച്ചിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് എന്ത് ചെയ്യണം? മഹത്വം കരയറ്റണം. കർത്താവേ, ഇത്രയും കർത്താവ് എനിക്ക് ആയുസ് തന്നല്ലോ. ഇനി അതുകൊണ്ട് എന്ത് ചെയ്യണം? ജീവപുസ്തകത്തിൽ നിന്ന് ഇതുവരെ പേര് മായ്ച്ചു കളയാത്തോണ്ട് എന്ത് ചെയ്യണം? ഇതുവരെയുള്ള ഉത്സാഹത്തിലല്ല, പിന്നെ പറയുന്നേ കുറെ കൂടെ ഉത്സാഹത്തിൽ എൻ്റെ കർത്താവിനെ എനിക്ക് സേവിക്കും. ഒരു നിമിഷം കിട്ടിയാൽ അതുപോലും പ്രയോജനപ്പെടും. ദൈവനാമ മഹത്വത്തിനു വേണ്ടി അത് പ്രയോജനപ്പെടും. ആയുഷിന്റെ നാളുകളോട് ഒരു നിമിഷം കൂട്ടിച്ചേർത്ത് കർത്താവ് തരുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് മഹാകരുണയാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനം. ഞാൻ ഈ ദിവസങ്ങളിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വീട്ടിലിരിക്കുമ്പോഴും ചുമ്മാതിരിക്കുകയില്ല, വെറുതെ ഇരിക്കുകയില്ല, അടങ്ങിയിരിക്കുകയില്ല, എഴുതും. ഞാൻ ചത്തു കഴിഞ്ഞാലും ഈ റജിയെ പോലുള്ളവരൊക്കെ വീട്ടിൽ വന്ന് അന്വേഷിക്കും, അച്ഛൻ എഴുതിയ പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യും, ബുക്കുകളൊക്കെ എന്ത് ചെയ്യും ഒന്ന് കാണണമെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഇവർ വരും. ഇവർ വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നിയാൽ അവരെന്ത് ചെയ്യും? അതൊക്കെ പ്രസിദ്ധീകരിക്കും. ഒന്നുകിൽ പറയും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അതെൻ്റെ പേരിൽ തന്നെ എന്ത് ചെയ്യും? പ്രസിദ്ധീകരിക്കും. ഞാൻ പറയട്ടെ, ഒരു നിമിഷം പോലും കളയരുത്. നമ്മുടെ ആയുഷിനോട് നമ്മുടെ കർത്താവ് ദീർഘമാക്കി തരുന്നു.
ആ നിമിഷങ്ങളെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തും. അപ്പോൾ ഇവിടെ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയാതെ എന്ന് പറഞ്ഞിരിക്കുന്ന ആരുടെ കാര്യമാണ്? ജീവിച്ചിരിക്കുന്ന ദൈവമക്കളെ കർത്താവ് പെട്ടെന്ന് മരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണിത് പറഞ്ഞിരിക്കുന്നത്. ഇനിയും നമ്മൾ ഇതിൻ്റെ മറുവശം കൂടെ കാണണേ. നല്ല ഫലകരമായി കർത്താവിന് വേണ്ടി ജീവിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത പലർ സൂര്യനെ പോലെ അവർ ശോഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചിലരെ കർത്താവിന് വിളിക്കും. എൻ്റെ കാരണം എന്താണെന്നറിയാവോ? അതിനും കാരണമാണ്. ഒന്ന്, നിന്റെ ജോലി തീർന്നു, നീ ഒരു വേല തയ്ക്കാതെ ആരെയും കർത്താവ് കൊണ്ടുപോകാൻ. രണ്ടാമത്, നീതിമാൻ അനർത്ഥത്തിനു മുമ്പ് ഒഴിയുമ്പോൾ. യെശയ്യാപ്രവചനത്തിലോ നീതിമാൻ ആ ആള് ജീവിച്ചിരുന്നാൽ ചിലപ്പോൾ അദ്ദേഹം ചെയ്ത ശുശ്രൂഷകൾക്ക് എല്ലാം അപമാനം വരുത്തുന്ന എന്തെങ്കിലും കാര്യം സംഭവിച്ചേക്കാം. കർത്താവിൻ്റെ കരുണയിൽ അത് സംഭവിക്കുന്നതിന് മുമ്പേ ആളിനെ കർത്താവ് വിളിക്കുന്നതാണ്. അതും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി. ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് ഇതൊക്കെ വിവേചിച്ച് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് സഹായിക്കും. ഇനി അടുത്തെന്താ പറയുന്നത്? ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുകയില്ലെന്ന് മാത്രമല്ല, പിന്നെ അവൻ്റെ പേര് മായ്ച്ചു കളയാതെ ജീവന്റെ പുസ്തകത്തിൽ വെക്കും. പിന്നെ ഒടുവിൽ അവൻ്റെ പേരെന്ത് ചെയ്യും? എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും ഇതൊക്കെ ഭാവനയിൽ കാണേണ്ട രംഗം. ഇത് ഭാവനയിൽ കാണേണ്ട. കർത്താവ് വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും, നമ്മൾ മാത്രമല്ല, പിന്നെ രക്ഷിക്കപ്പെട്ട കോടാനുകോടി വിശുദ്ധന്മാർ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെല്ലാവരും എവിടെ നിൽക്കും? കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും. ഇതൊക്കെ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയിലൊക്കെ ഈ വാചകങ്ങളൊക്കെ നമ്മൾ ധരിക്കുകയും ചെയ്യണം. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനൊരു സമ്മേളനം ഉണ്ടാകും? നമ്മുടെ ഈ ഇവിടുത്തെ സംയുക്ത സഭ പറയാറുണ്ട് അത് വേദപുസ്തക പ്രകാരമല്ല. സംയുക്ത സഭായം വേദപുസ്തക പ്രകാരം ഉപദേശപരമായിട്ട് അത് ശരിയല്ല, അത് തെറ്റാണ് എന്നൊക്കെ പറയാറുണ്ട്. ഞാനും കുറേയൊക്കെ ഉപദേശം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അത്ര വലിയ സ്കോളറൊന്നും അല്ലെങ്കിലും അത് 3 മാസത്തിലൊരിക്കലും പറ്റും അല്ലേ? 3-4 4 മാസത്തിലൊരിക്കലാണ്. എന്തൊരു സന്തോഷം അല്ലേ? കാണാതിരുന്ന ദൈവമക്കളൊക്കെ തമ്മിൽ ഒന്ന് കാണുകയും ഒന്ന് കൈ കൊടുക്കുകയും കുറെ നേരം നിന്ന് വർത്താനമൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം. അങ്ങനെയാണെങ്കിൽ ഈ സംയുക്ത സഭായോഗത്തിന് ഞാൻ കൂടുതലെന്ന് തീരുമാനിച്ച കർത്താവ് വരുമ്പോൾ ഇവരെന്നാ ചെയ്യുന്നതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സംയുക്ത സഭായോടെ നടക്കാൻ പോകുന്നത് കുഴഞ്ഞു. കർത്താവിൻ്റെ എടുക്കണ്ട. നമ്മൾ ഈ പരീക്ഷ ഭക്തി ഒരിക്കലും ശരിയല്ല കേട്ടോ. അതങ്ങ് ഞാനിപ്പോൾ അതിനോട് കൂടുതൽ വിമർശനാത്മകമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു വലിയ സമ്മേളനം നടക്കാൻ പോകും. 150-ാം സങ്കീർത്തനം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഓർക്കുന്നവർ എൻ്റെ ആ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടിട്ടുള്ളവർക്ക് അത് ഓർമ്മ വരുമെന്ന് ഞാൻ. 150-ാം സങ്കീർത്തനത്തിൽ യഹോവയെ സ്തുതിപ്പീൻ എന്ന് തുടങ്ങുന്ന ആ സങ്കീർത്തനം ഒന്ന് എടുത്തു നോക്കിയോ, കുഴപ്പമില്ല. യഹോവയെ സ്തുതിപ്പീൻ. പിന്നെ അടുത്തെന്താ പറയുന്നതെന്ന് നോക്കി, അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ. അത് നമുക്ക് മനസ്സിലാവും ഇല്ലേ? അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവനെ സ്തുതിക്കുകയും. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ ബലമുള്ള, അവൻ്റെ ആകാശവിധാനമെന്നല്ല, പിന്നെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ
അതൊന്നും നടക്കുന്ന കാര്യം. ഈ ആകാശ വിധാനത്തിൽ സ്തുതിയുണ്ടോ? മന്ദിരത്തിൽ സ്തുതിയുണ്ട്, നമുക്കറിയാം, നമുക്ക് മനസ്സിലാവും. എന്നാൽ ബലമുള്ള ആകാശ വിധാനത്തിൽ ഒരു സ്തുതിയുണ്ട്. അതേതാ? കാഹളം ധരിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ, എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞോ, ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ പ്രത്യാശ ഉണരുവരും. പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുക, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അവിടെ എഴുതിയിരിക്കുന്ന അത് ഞാൻ കൊരിന്ത്യർ ലേഖനത്തിലോട്ട് പോയി. നാം ക്രിസ്തുവിൽ മരിച്ചവർ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച്. ആരോട് ഒരുമിച്ച്? ഉയർത്തെഴുന്നേറ്റവരോട് ഒരുമിച്ച്. ഈ വാക്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ചും ശവസംസ്കാര ശുശ്രൂഷയ്ക്കൊക്കെ വചനം ശുശ്രൂഷിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോ, നമുക്ക് മുമ്പായിട്ട് അവരങ്ങ് പോകില്ല, ഒന്നിച്ചേ പോകുള്ളൂ. മുമ്പാകെയില്ല, നമുക്ക് മുമ്പാകെയില്ല. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, പിന്നെന്ത് ചെയ്യും? നമുക്കപ്പോഴെന്തോ സംഭവിക്കും. അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾക്കെന്തോ സംഭവിക്കും? രൂപാന്തരപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരും ജീവനോടെ ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച്. അടുത്ത വാചകമാണ് എവിടെ? അത് പറയണുണ്ട്. മേഘങ്ങളിലാണ് എടുക്കപ്പെടുന്നത്. എവിടെ? എതിരേൽക്കാൻ വിടരുത്. അതിനെ ഞാൻ പറഞ്ഞ പുസ്തകം എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. എവിടെ എതിരേൽപ്പ് നടക്കുന്നേ? ഇവനെ എവിടെ എതിരേൽപ്പ് നടക്കുന്നത്? ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ നമ്മൾ എന്ത് ചെയ്യും? മേഘം വന്ന് ഈ ഇരുകൂട്ടരെ പൊക്കിക്കൊണ്ടങ്ങ് പോകുകയാണ്. എങ്ങോട്ട്? ആകാശത്തിൽ. അപ്പോഴത്തേക്ക് സ്വർഗത്തിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തു? ഇറങ്ങി എവിടെ വന്നു? ആകാശത്തിൽ വന്നു. നമ്മളെവിടെ ചെന്നു? ഇതാണ് സഭായോഗം. എവിടുത്തെ സഭായോഗം? ആകാശവിധാനത്തിലെ സഭായോഗം. അവിടെ നമ്മൾ കർത്താവിനെയും ദൂതന്മാരെ എല്ലാവരെയും കൂടെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മളെല്ലാം കൂടെ ചേർന്ന് രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും ഒരുമിച്ച് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ തകർത്ത ഇടിനാദം പോലെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഇതാണ് അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ദാവീദ് ഇതൊക്കെ മനസ്സിലാക്കിയാണോ എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ദൈവാത്മാവ് അദ്ദേഹത്തിന് ബോധ്യം കൊടുത്ത്. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഈ അനുഗ്രഹീതമായ സത്യങ്ങൾ തിരുവഴുതെന്നിരിക്കുക വെളിപ്പെടുത്തി തന്നു. ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ചേരുമ്പോൾ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്ന രംഗം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? രണ്ട് കൂട്ടരുടെ കാര്യം അവിടെ പറഞ്ഞു. നമ്മുടെ പേര് ആരുടെ മുമ്പില്? എന്റെ പിതാവിന്റെ മുമ്പിലും. വെളിപാട് 3:5 ദൂതന്മാരുടെ, എന്റെ പിതാവിന്റെ സന്നിധിയിലും പിന്നെ അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റു. ഇതൊക്കെ വായിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളു കത്തി ദൈവത്തിന് മഹത്വം പറയണം. എല്ലാവരുടെയും പേര് ഏറ്റു പറയുമോ? ഇതൊക്കെയാണ് നമ്മൾ ഈ വെളിപാട് പുസ്തകം ഈ 2-3 അധ്യായം സഭകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ആണ് ഇത് വ്യക്തമാകുന്നത്, അല്ലേ? സഭകളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് എല്ലാവരുടെയും പേര് അവിടെ ഏറ്റു പറയുന്നത്. എന്താ? യോഗ്യന്മാരാ, ഉടുപ്പ് മലിനമാകാൻ ശേഷിപ്പായി നിന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവരുടെ പേര് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും കർത്താവ് ഏറ്റുപറയും. ഇത് കർത്താവ് പറഞ്ഞ കാര്യം സുവിശേഷങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ
10-ാം അധ്യായത്തിന് 32-ാം വാക്യം, 10:32. മത്തായി 10:32. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ. വേറെ ചിലത്തൊക്കെ പറയുന്നു വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ അവരുടെ പേര് ഏറ്റുപറയും. നമ്മൾ കർത്താവിനെ ഏറ്റുപറഞ്ഞവരാണല്ലേ, അല്ലേ? കർത്താവിനെ ഏറ്റുപറയാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാനിതൊക്കെ ഉപദേശം പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് തോന്നുകയല്ല. പിന്നെ കുഞ്ഞഞ്ചാനെ പോലൊക്കെ നിങ്ങളെയൊക്കെ പോലെ പ്രായമുള്ളവർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളോട് ഞാൻ ഇതെല്ലാം ഓരോന്നും മുറിച്ച് ഞാൻ പറഞ്ഞു വിട്ടേനെ. എന്നിട്ട് അവർ ഹൃദയത്തിൽ ശോധന ചെയ്യുന്നു, ഞാൻ ഈ വചനപ്രകാരം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ. കൈവക്കിയാൽ രക്ഷിക്കപ്പെടുവോ? എഴുന്നേറ്റ് നിന്നാൽ രക്ഷിക്കപ്പെടുവോ? കരഞ്ഞാൽ രക്ഷിക്കപ്പെടുവോ? കരയണം, കരച്ചിലൊക്കെ നല്ലത്. കരഞ്ഞാൽ രക്ഷിക്കപ്പെടുവോ? എൻ്റെ പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന രക്ഷ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന രക്ഷയും തമ്മിൽ ഒരുപാട് വ്യത്യാസം. ഏറ്റുപറച്ചിലില്ലാതെ എന്തില്ല? രക്ഷയില്ല. യെസ്, കണ്ടോ? അത് ഈ പ്രായമുള്ളവരുണ്ടെങ്കിലുള്ള കുഴപ്പം മനസ്സിലായില്ലേ? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു. നമ്മളെന്താ ഏറ്റുപറയേണ്ടത്? വേറൊരു വലിയ ദുരുപദേശം പ്രചരിപ്പിച്ചു, ഇന്ന് രാത്രി നിന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ നിന്റെ പേര് സ്വർഗം. പാപങ്ങളെ ഏറ്റുപറയാനല്ല, രക്ഷിക്കപ്പെടുമ്പോൾ പറഞ്ഞേക്കാം. രക്ഷിക്കപ്പെടുമ്പോൾ ഏറ്റുപറയേണ്ടത് പാപങ്ങളല്ല. സംശയമുള്ളവർ പിന്നെപ്പോഴേലും വ്യക്തിപരമായിട്ട് എന്നെ സമീപിച്ചാൽ മതി. ഞാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ വ്യക്തമാക്കാം. ഇന്ന് മിക്കവാറും സുവിശേഷ വിഹിത സഭകളെല്ലാം പറയുന്നത് നിന്റെ പാപം നീ ഏറ്റുപറയണം, നിന്റെ പാപം നീ ഏറ്റുപറയണം. കേട്ടോ, ദൂർത്തുപുത്രനുണ്ടല്ലോ, അവൻ തിരിച്ചു ചെന്ന് അവന്റെ പാപം ഏറ്റുപറയാൻ തുടങ്ങിയപ്പോഴേ വാവ് മിണ്ടിപ്പോയേക്ക്. നീ ആരാ? നീ മരിച്ചോ? നീ ഇപ്പൊ ജീവിച്ചിരി. നീ ആരാ? എൻ്റെ മോനാ, എൻ്റെ മകനാ. ഓർക്കണം, തിരുവഴുത്തിലെ ഉപദേശം എന്താ? കർത്താവിനെ ഏറ്റുപറയുക, മനുഷ്യപുത്രനെ ഏറ്റുപറയുക, യേശു കർത്താവിനെ ഏറ്റുപറയുക. എവിടെ നോക്കും? എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, എല്ലായിടത്തും ഇങ്ങനെ തന്നെ. രക്ഷ അങ്ങനെ തന്നെ. അതെ, അവിടെ 2 പുസ്തകമുണ്ട്. 2 അല്ല, 1 അല്ല, 2 അല്ല, പുസ്തകങ്ങളാണ്. അപ്പൊ അവിടെ വംശങ്ങളുടെ പേരെഴുതിയ പുസ്തകമുണ്ട്. പിന്നെ മലാക്കി പ്രവചനത്തിൽ പറയുന്നുണ്ട്, സ്മരണയുടെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകമുണ്ട്. പിന്നെ ഈ ഓർമ്മയുടെ പ്രവൃത്തികളുണ്ട്. ഈ ഓർമ്മയുടെ പുസ്തകം എന്ന് പറയുന്നത് അവിടെ മാത്രമല്ല കേട്ടോ. ഈ ഓർമ്മയുടെ പുസ്തകമൊക്കെ എവിടെയും വരും. നമുക്ക് പ്രതിഫലം തരുന്ന സ്ഥലത്തും ഈ ഓർമ്മയുടെ പുസ്തകം, അതൊക്കെ മലാക്കി പ്രവചനം ശരിക്കും പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ പല പുസ്തകങ്ങൾ അവിടെ, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം, പല പുസ്തകങ്ങൾ തുറക്കുന്ന കൂട്ടത്തിൽ ഏതും ജീവന്റെ പുസ്തകവും തുറക്കും എന്നാണ് എൻ്റെ. അടങ്ങി വരാൻ നമുക്ക് പിതാവിന്റെ മുമ്പിൽ പേരേറ്റു പറയും. പൗലോസ് ദർശനമുണ്ട്. അനന്യാസ് എന്നിട്ട് പറയുന്നുണ്ട്, അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് നിന്റെ പാപങ്ങളെ കഴിക്കുക. സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ എന്താ ചെയ്യണ്ടേ? അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതൊരു വലിയ ഉപദേശ സത്യമാണ്.
തിരുവഴുത്തിലെ ഏറ്റവും വലിയ ഉപദേശ സത്യമാണ് ഇത്. നമ്മുടെ ഇടയിൽ പോലും പലർക്കും പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടില്ല, മനസ്സിലായിട്ടില്ല. അത് ഞാൻ വ്യക്തമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കും. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഈ ഏറ്റുപറച്ചിലിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? യേശുവിനെ കർത്താവെന്ന് എന്ത് ചെയ്യുക? ഏറ്റുപറയുക. റോമർ 10:9 ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായി കൊണ്ട് ഏറ്റുപറയുക. ഇനിയും ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെടാത്തവരെല്ലാം കേട്ടോ, ഒരു ദിവസം എല്ലാ മുഴങ്കാൽ ആരുടെയൊക്കെ? സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ മടങ്ങിയിട്ട് എന്താ പറയും? കർത്താവേ, ഞങ്ങൾ നിന്നോട് തെറ്റ് ചെയ്തു പോയി, ക്ഷമിക്കണം. ഇതൊന്നുമല്ല പറയുന്നത്, ഒറ്റ വാചകമാ പറയുന്നത്. എന്താ? യേശു ക്രിസ്തു കർത്താവ്. അതെ, യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയും. എന്നാൽ അന്നവർ രക്ഷിക്കപ്പെടുമോ? ഇല്ല. നമുക്ക് ഫിലദൽഫിയെ കുറിച്ച് അടുത്ത ആഴ്ച പഠിക്കാൻ തയ്യെന്ന് വെച്ചാൽ ആയുസ്സും ആരോഗ്യവും ഒക്കെ കർത്താവ് തരികയും നമ്മൾക്ക് ഒരുമിച്ച് കൂടുവാൻ അവസരമുണ്ടാകും. ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് അനുസരിക്കാൻ മനസ്സുള്ളവര് ഇതനുസരിക്കും. നമ്മൾ യോഗ്യരാകും കേട്ടോ. വെള്ള വസ്ത്രം ധരിച്ച്, വെള്ള ഉടുപ്പ് ധരിച്ച് കർത്താവിനോട് കൂടെ നടക്കാനുള്ള യോഗ്യത നമ്മൾക്ക് നേടണം. നമ്മുടെ കർത്താവിൻ്റെ വരവിൽ കർത്താവ് പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ദൂതന്മാരുമായി എണ്ണിക്കൂടാത്ത ദൂതന്മാരുമായി നിൽക്കുന്ന ആ മഹാസദസ്സിൽ നമ്മുടെ പേര് ഇവനെ അറിയാമോ? ഇവന്റെ പേര് തമ്പാച്ചൻ. കർത്താവ് നമ്മുടെ പേര് ഏറ്റുപറയുന്ന സകല ജനവും കേൾക്കെ നമ്മുടെ പേര് വിളിച്ചു പറയുന്ന ആ ഒരു സന്ദർഭത്തിനായി നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. അങ്ങനെ നമ്മൾക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കും.